ഹലോ ഹായ് അസ്സാം വലൈക്കും. എല്ലാവർക്കും ഉമ്മാൻ്റെ പഠിക്കണ എന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ്. നമുക്ക് ദോശയിലും അതേപോലെ മസാല ദോശയ്ക്ക് അകത്തും നെയ് റോസ്റ്റിൻ്റെ അകത്തൊക്കെ നമുക്ക് പുരട്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. സിമ്പിളാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ കഷ്ണങ്ങളായിട്ട്, ഒത്തിരി ചെറുതൊന്നും ആക്കിയിട്ടില്ല. ഒരു മീഡിയം കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാനുള്ളതല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് 1-2 കറക്കിയെടുക്കാം കേട്ടോ. നമുക്ക് 1-2 തവണ മാത്രം കറക്കിയെടുക്കാം. അപ്പോൾ അതേപോലെ നമുക്ക് അരഞ്ഞ് കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി അരയരുത്. ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അതിനകത്ത് ഇരുന്നോട്ടെ. അപ്പോൾ ഇതിലേക്ക് ഞാനൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാനിൽ 1.5 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളൊന്ന് പേസ്റ്റാക്കി വെച്ചിട്ടുള്ളത് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഇതേപോലെ അങ്ങ് എല്ലാ ഭാഗവും ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ സിമ്പിൾ കുഞ്ഞ് ചട്നിയാണ്. അപ്പോൾ ഇത് നമുക്ക് ദോശയ്ക്ക് അകത്തോ ഒക്കെ പുരട്ടി കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുറച്ച് നെയ്യൊക്കെ തൂവിയിട്ട്. അപ്പോൾ വേറെ ഒരു കറിയുടെയും ഒന്നിൻ്റെ ആവശ്യമില്ല. ദോശ ഒന്ന് മുരിപ്പിച്ചെടുത്താൽ വളരെ ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് ദോശ കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് ദോശയ്ക്കകത്തൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.